ജെ ഷീൻ എന്നൊരു ചിന്തകനായ ഒരു പാതിരി ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടുണ്ട്. അല്ല, അദ്ദേഹം രസകരമായൊരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയും, നമ്മുടെ തിരുസഭയിലെ സ്കൂളാണ്, 2 സ്കൂളുകളാണ് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ടത്. സരസമായി കാര്യങ്ങൾ, അതായത് ചില അപ്രിയ സത്യങ്ങൾ സരസമായി പറയുന്ന ആളാണ് ഈ ബിഷപ്പ്. അദ്ദേഹം പറഞ്ഞു, ആ തിരുസഭയിലെ 3 സ്കൂളുകൾ, അദ്ദേഹം പറഞ്ഞു, അതിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ച 3 വിദ്യാർത്ഥികളെ നമ്മൾ പുറത്താക്കി. അതിൽ ഒന്നാമത്തെ വിദ്യാർത്ഥി ചെയ്ത തെറ്റെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പടം വരച്ചു ആ പയ്യൻ. രണ്ടാമത്തെ വിദ്യാർത്ഥി ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്ന് കൂട്ടുകാരനായിട്ട് അവൻ വഴക്കിട്ടു. മൂന്നാമത്തെ വിദ്യാർത്ഥി അധ്യാപകം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പുസ്തകത്തിൻ്റെ അകത്ത് വേറെ വിപ്ലവാശയങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വെച്ച് വായിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ 3 വിദ്യാർത്ഥികളെയും അന്നത്തെ തിരുസഭയിലെ അധ്യാപകർ ആലോചിച്ച് എന്നേക്കായിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ 3 പേര് ലോകത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതി, അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ ലോകത്തെ ആക്കി. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്. ഇതിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയാണ് പിന്നീട് ഹിറ്റ്ലർ എന്ന് ലോകം അറിയപ്പെട്ടത്. രണ്ടാമത്തെ വിദ്യാർത്ഥിയാണ് മുസോളിനി എന്ന് ലോകത്തിൽ അറിയപ്പെട്ടത്. മൂന്നാമത്തെ വിദ്യാർത്ഥി, ആ വിപ്ലവാശം വായിച്ച കുട്ടിയില്ലേ, ആ വിദ്യാർത്ഥിയാണ് പിൽക്കാലത്ത് സ്റ്റാലിൻ എന്നറിയപ്പെട്ടത്. ഈ 3 പേരും ലോക ചരിത്രത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ആ ദുരന്തങ്ങൾ എന്താണെന്ന് ചരിത്രം സത്യസന്ധമായി വായിക്കേണ്ടവർക്ക് മനസ്സിലാവും. ബിഷപ്പ് ഈ സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം വിവരിക്കുകയാണ്, അന്ന് ആ 3 വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും ഇറക്കി വിടാതെ അവരെ മറ്റൊരു വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ ആ 3 വിദ്യാർത്ഥികളുടെ അതിശക്തമായ ഊർജം ലോകോപകാരപ്രദമാകുമായിരുന്നു. ഇത് സരസമായിട്ട് കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് പറയാറുണ്ട്. അന്ന് ആ നരേന്ദ്രൻ വീറ് ഉള്ളിൽ പതഞ്ഞ് നുരഞ്ഞ് പൊന്തുന്ന ആ നരേന്ദ്രൻ, പിൽക്കാലത്ത് നമ്മുടെ വിവേകാനന്ദ സ്വാമി, ശ്രീരാമകൃഷ്ണദേവന്റെ സന്നിധിയിൽ എത്തിയില്ലായിരുന്നു എങ്കിൽ ലോകം കാണാൻ പോകുന്ന രണ്ടാമത്തെ ഹിറ്റ്ലറായി തീരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യുന്നതും മോശം ചെയ്യുന്നതും ഒരേ ശക്തി ഉപയോഗിച്ചാണ്. മനസ്സിൻ്റെ വാസനയ്ക്കനുസരിച്ച് ആ ഈശ്വര ശക്തി സദ്വാസനയാണെങ്കിൽ നല്ല കാര്യവും ദുർവാസനയാണെങ്കിൽ ദുഷ്കാര്യവും അധമകാര്യങ്ങളും ചെയ്യും. ആ ശക്തി നിറഞ്ഞിരിക്കുന്ന ഒരു യുവത്വത്തെ ഉത്തമനായൊരു ഗുരുനാഥൻ നേർവഴിക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഊർജം ലോകത്തിൻ്റെ നിറദീപമായി മാറുകയും ചെയ്യും. ഇതാണ് കാവ്യവസ്തുവും ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് പറഞ്ഞത്. ആ നരേന്ദ്രൻ രാമകൃഷ്ണ സന്നിധിയിൽ എത്തിക്കൊണ്ട് എന്ത് സംഭവിച്ചു? ലോകത്തിനെല്ലാം, അദ്ദേഹം ഭാവന ചെയ്ത് പറയുന്നുണ്ടല്ലോ, ലോകത്തിനെല്ലാം തണലേകുന്ന ഒരു മഹാവടവൃക്ഷം പോലെ നീ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് നരാ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞില്ലേ? ആ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തിലേക്ക് ഈ ഊർജത്തിൻ്റെ നിറകുടമായ നരേന്ദ്രൻ മാറിയത് ആ ഗുരുസ്പർശനം കൊണ്ടാണ്. മറ്റ് 3 പേർക്ക് സംഭവിച്ചത് ആ ഗുരുവിൻ്റെ ശരിയായ സ്പർശനം ഇല്ലാത്തത് കൊണ്ടാണ് മുസോളിനിയും സ്റ്റാലിനും ഹിറ്റ്ലറും രൂപപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ അധ്യാപകർ എന്ന് പറയുമ്പം അവിടെ മാതാപിതാക്കളെയും കൂടെ നമുക്ക് കൂട്ടാം. മാതാപിതാക്കൾ, അധ്യാപകൻ, ഈ 3 പേർക്ക് ആ കുഞ്ഞിനെ നമുക്ക് ഈശ്വരൻ തന്ന ആ നിധി ഏത് രൂപത്തിലേക്കും നമുക്ക് പരിവർത്തനം ചെയ്തെടുക്കാൻ സാധിക്കും. അത് നമുക്ക് സാധിക്കണം, അതിന് ശ്രമിക്കണം. ഇല്ലെങ്കിൽ കാലം അച്ഛൻ്റെയും അമ്മയുടെയും
ഗുരുവിൻ്റെയും മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും. അതൊരു വല്ലാത്ത ദുഃഖകരമായ അവസ്ഥയുമായിരിക്കും. അതൊഴിവാക്കാൻ നമുക്ക് ശ്രമിക്കാം.